മാരിച്ചൊരിയുമ്പോൾ ആനന്ദമേകും ആകുലമകറ്റും അനുദിന ജീവിത പാതയതിൽ. പ്രൈസ് ലോൺ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈരാപ്പകൽ ഭേദമെന്നെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്കായി തീരുവാൻ, ദൈവവചനത്തിന് മുന്നിലായി തീരുവാൻ തന്ന സമയത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് നമുക്ക് അല്പസമയ തിരുവചന ധ്യാനത്തിനു വേണ്ടി നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു വേദഭാഗം വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 4-ാം വാക്യത്തിൻ്റെ പ്രാരംഭ വാക്യം. ഹീബ്രു ചാപ്റ്റർ 13 വേഴ്സ് 4. വിവാഹം എല്ലാവർക്കും മാന്യവും കിടപ്പ നിർമ്മലവുമായിരിക്കട്ടെ. മാരിയേജ് ഈസ് ഹോണറബിൾ ഇൻ ഓൾ. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം. യേശു നായകൻ സമാധാന ദായകൻ നിനക്കെന്നും ധനമേ എന്തിനാകുലം കലങ്ങും നന്മനമേ എന്തിനാകുലം കലങ്ങുന്ന മനമേ നിന്റെ നിക്ഷേപമവനെന്നു കരുതാൻ എങ്കിൽ സംക്ഷേപമവനീലമരാ. ഇത്ര ശ്രേഷ്ഠനാമൊരുവൻ നിൻ കൂട്ടിനായരികിലുണ്ടതിനാൽ എന്തിനാകുലം കലങ്ങും നന്മനമേ എന്തിനാകുലം കലങ്ങും നന്മനമേ. ക്രിസ്തുയേശുവിൽ ഞങ്ങളെ അളവിടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട നമ്മുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനു വേണ്ടി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ യാവരിച്ച എല്ലാ ദൈവകൃപകൾക്കു വേണ്ടി സ്തോത്രം. ഞങ്ങൾ വായിച്ച വചനത്തിനു വേണ്ടി സ്തോത്രം. വാഴ്ത്തി നുറുക്കി ദൈവമേ നീ ഞങ്ങൾക്ക് വായിച്ചു തരണമേ. ഞങ്ങളുടെ ഹൃദയത്തിലെ ചിന്തയും ധ്യാനവും അവിടുത്തേക്ക് പ്രസാദകരമായി തീരുവാൻ മിശിഹാ മൂലം സഹായിക്കണമേ. ആമേൻ. ദൈവ തിരുനാമത്തിന് വീണ്ടും സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. ഈ ഭാഗം ഇന്ന് ചിന്തിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്, കഴിഞ്ഞ ആഴ്ചയിൽ സോമച്ചായൻ ക്രിസ്തീയ കുടുംബ ജീവിതത്തിൻ്റെ ഹല്ലേലൂയ ആ അവസ്ഥയെപ്പറ്റി പറഞ്ഞപ്പോൾ അതിനോടനുബന്ധിച്ച് ഞാൻ കടന്നപ്പോൾ ചില ചിന്തകൾ നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നത് മനസ്സിൽ വന്നത് ഒരു മുത്തുമാല പോലെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹല്ലേലൂയ. എന്താണ് ഹല്ലേലൂയ? കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, ക്രിസ്തീയമായ ഒരു ഭവനത്തിൽ മാർത്തയുടെയും മറിയുടെയും യേശു സ്നേഹിച്ച ലാസറിൻ്റെയും ഭവനത്തിലും യേശുവിനെ ഹല്ലേലൂയ കൈക്കൊണ്ടപ്പോൾ, വചനത്തിന് മുഖ്യമായ സ്ഥാനം കൊടുത്തപ്പോൾ, പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ, അവർ യേശുവിനോട് ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അത് പരിപൂർണമായി വിശ്വസിച്ചപ്പോൾ അവർ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിച്ച ക്രിസ്തീയ കുടുംബജീവിതത്തെപ്പറ്റി നമ്മൾ കേട്ടു. അങ്ങനെ ക്രിസ്തീയ കുടുംബജീവിതം ഒരു ഹല്ലേലൂയ അനുഗ്രഹമായി തീരണമെങ്കിൽ ആ കുടുംബം ആകുന്നതിന് മുൻപേ ഹല്ലേലൂയ നമുക്കറിയാം ഒരു വിവാഹം വേണം. ഹല്ലേലൂയ ഒരു ഫാമിലി വേണം. എന്തുവാണ് ഫാമിലി? ഫാദർ ആൻഡ് മദർ ഇൻക്ലൂഡിങ് ലവിങ് യങ്ങേഴ്സ്. ഹല്ലേലൂയ. ആ ഫാമിലിയുടെ ആദ്യത്തെ അക്ഷരങ്ങളാണ് ഞാൻ പറഞ്ഞത്. പാപ്പനും അമ്മയും സ്നേഹിക്കുന്ന ഹല്ലേലൂയ നല്ല കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതൊരു ക്രിസ്തീയ കുടുംബ ജീവിതമാകുന്നു. ഇവിടെ നമ്മൾ വായിച്ചു, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എബ്രായ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിസൽക്കാരം മറക്കരുത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? വിവാഹം മാന്യമായിരിക്കണം. വിവാഹം മാന്യമായി തീരണമെന്ന് പറയാൻ കാരണം, അന്നും മാന്യമല്ലാത്ത
ഇല്ലാത്ത രീതിയിലൊക്കെയും വിവാഹം നടന്നിട്ടുണ്ട്. അന്നുള്ളതുപോലെ ഇന്നും ഹല്ലേലൂയ വിവാഹം നമ്മൾ സ്റ്റാറ്റസിന് വേണ്ടിയും ഹല്ലേലൂയ പ്രസ്റ്റീജിന് വേണ്ടിയും പല രീതിയിൽ നമ്മളൊക്കെയും പല കാര്യങ്ങളൊക്കെയും ചെയ്യും. എന്നാൽ വിവാഹം മാന്യമായി തീരണമെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ എന്ത് ആയിത്തീരണമെന്ന് ഹല്ലേലൂയ ദൈവവചനത്തിൽ കൂടി ഈ വിവാഹം എന്ന് പറഞ്ഞത് നമുക്കറിയാം. ദൈവമായ കർത്താവ് ഹല്ലേലൂയ നേരിട്ട് ചെയ്തതായുള്ള ഒരു ശുശ്രൂഷയാണ്. ഉൽപ്പത്തി പുസ്തകം ഹല്ലേലൂയ 2-ാം അധ്യായത്തിൽ പറയുകയാണ്, മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല എന്ന് തോന്നിയിട്ട് അവന് തക്കതായൊരു തുണയെ കണ്ടുപിടിക്കുന്നു. നമുക്കറിയാം ഹല്ലേലൂയ ആദ്യം മനുഷ്യന് ഏകനായിരിക്കുന്ന അവന് തക്കതായുള്ള തുണ, അതിനൊരു പ്രോസസ്സ് അവൻ വെച്ചു. ഹല്ലേലൂയ 2-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ പറയുന്നു, അവൻ അമ്മയും അപ്പനെയും എന്ത് ചെയ്യും? ഒന്നാമത് വിട്ടുപിരിയും. രണ്ടാമത് പറയുകയാണ് അവൻ അവളോട് പറ്റിച്ചേരും. മൂന്നാമത് പറയുകയാണ് അവർ ഒരു ദേഹമായി തീരും. എന്നാൽ അതാണ് ഒരു പ്രോസസ് 1, 2, 3. എന്നാൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണ്? 3, 2, 1. എന്താണ്? ആദ്യം എന്ത് ചെയ്യും? രണ്ടുപേരോട് അങ്ങ് പറ്റിച്ചേരും, അങ്ങ് ഇണചേരും. ആദ്യത്തെ പരിപാടിയാണ്. രണ്ടാമത് അങ്ങ് പറ്റിച്ചേരും. മൂന്നാമത് എന്ത് ചെയ്യും? അങ്ങ് വിട്ടുപിരിയും. ഇതാണ് ഇന്നത്തെ കാര്യം. ദൈവം തന്ന പ്രോസസ്സിങ് ഹല്ലേലൂയ ആ പ്രോസസ്സിങ് നേരെ റിവേഴ്സായിട്ട് നാം ഓരോരുത്തരും ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഹല്ലേലൂയ അപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങൾ രണ്ടല്ല ഒന്നത്രേ. ഹല്ലേലൂയ അതിന് തക്കതായുള്ളൊരു ചെറിയൊരു ഉദാഹരണം യോബിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. സാത്താൻ വന്ന് ദൈവത്തോട് പറഞ്ഞു, ഹല്ലേലൂയ അവൻ വിശുദ്ധനാണ്, നിർമ്മലനാണ്, നിഷ്കളങ്കനാണ്, എന്നാൽ അവനെ എൻ്റെ കയ്യിൽ തന്നേരെ. പറഞ്ഞു, എല്ലാം തൊട്ടു, അവനെ മാത്രം തൊടരുത്. മക്കളെ തൊട്ടു, സ്വത്ത് തൊട്ടു, എല്ലാം തൊട്ടു, എന്നാൽ അവരുടെ ഭാര്യയെ മാത്രം തൊട്ടില്ല. എന്താ കാരണം? ഹല്ലേലൂയ അത് പഠിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ അവർ രണ്ടല്ല ഒന്നത്രേ. ഹല്ലേലൂയ യോബിനെ തൊട്ടാൽ മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയും മരിക്കും. ഹല്ലേലൂയ നിങ്ങൾ രണ്ടല്ല ഒന്നത്രേ എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ക്രിസ്തീയ കുടുംബ ജീവിതത്തിൽ മാന്യമായി തീരണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ഹല്ലേലൂയ 2-3 സംഭവങ്ങൾ ഒരുമിച്ച് പറഞ്ഞിട്ട് ഞാൻ വാക്കുകളെ വിരാമം കുറിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇത് ഹല്ലേലൂയ ഒരാഴ്ചത്തേക്കുള്ളൊരു ബൈബിൾ ക്ലാസ്സിനുള്ളതായുള്ള ഒരു പഠനം പോലെ ആയിത്തീരും. അതുകൊണ്ട് ഞാൻ ചുരുക്കി കാച്ചി കുറുക്കി ഹല്ലേലൂയ അതിനകത്ത് നെയ്യ് മാത്രം എടുത്ത് തരുന്നേ ഉള്ളൂ. മോരും പാലും ചായയൊക്കെ അത് വേണ്ടവർക്ക് ഓടിക്കുക. ആവശ്യമുള്ളത് മാത്രം, നെയ്യ് വിലയുള്ളത് മാത്രം നിങ്ങൾ സ്വീകരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും അജി എന്നോട് പറയാറുണ്ട്, സഹിച്ചാൻ ഇങ്ങനെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ തലയെ നിൽക്കത്തില്ലെന്ന് പറയും. അതുകൊണ്ട് ഞാനാണെങ്കിൽ ആര് പ്രസംഗിച്ചാൽ എന്തെല്ലാം ഇങ്ങനെ എഴുതി വെക്കും. അതുകൊണ്ട് എഴുതി വെച്ചാൽ അതെന്താ മറന്നു പോകാതെ വീണ്ടും നമുക്കിത് പേപ്പർ തിരിച്ചാൽ ഡയറിയിൽ എഴുതണം. പേപ്പർ എഴുതി കഴിഞ്ഞാൽ പറന്നു പോകും. എന്നാൽ ഒന്നാമതായിട്ട് വിവാഹം മാന്യമായി തീരണമെങ്കിൽ ആദ്യം ഹല്ലേലൂയ കാനാവിലെ കല്യാണത്തിലോട്ട് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ ഹല്ലേലൂയ 10 വരെയുള്ള വാക്യങ്ങളിൽ കാനാവിലെ കല്യാണത്തിന് അത് മാന്യമായി തീരുവാൻ 3 ഐ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. 3 ഐ എന്തുവാണ്? ഒന്നാമതായിട്ട് യേശുവിനെ ഇൻവൈറ്റ് ചെയ്തു. അവരുടെ കല്യാണത്തിന് നമ്മുടെ മാന്യമായി തീരണമോ? യേശുവിനെ ഇൻവൈറ്റ് ചെയ്യുക. ആ ജീവിതത്തിൽ അവർ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? യേശുവിനെ ഇൻഫോം ചെയ്തു. ഹല്ലേലൂയ ഇൻഫോം ചെയ്യുക. അതാണ് കഴിഞ്ഞ ദിവസം സ്വാമിച്ചാൻ പറഞ്ഞത്. ഹല്ലേലൂയ മാർത്തയെ അവരെ അറിവുറുത്തു, അവർ ഇൻഫോം ചെയ്തു. പ്രശ്നങ്ങൾ എല്ലാവർക്കുമുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ഇൻഫോം ചെയ്യുക. മൂന്നാമതായിട്ട് ഹല്ലേലൂയ അവൻ നമ്മുടെ ഇൻസ്ട്രക്ഷൻ ചെയ്താൽ ഹല്ലേലൂയ അത് നമ്മൾ ഒബേ ചെയ്യുക. അതുകൊണ്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ, അവനുമായിട്ട് കൺസൾട്ട് ചെയ്യുമ്പോൾ, ഒബേ ചെയ്യുമ്പോൾ, ഇന്നലെ വരെ ഹല്ലേലൂയ വിലയില്ലാത്തത്, മണമില്ലാത്തത്, രുചിയില്ലാത്തത്, മറ്റുള്ളവർ രസിപ്പിക്കാത്ത സംഗതി മാന്യമായി തീരും. ഹല്ലേലൂയ നമ്മുടെ കുടുംബ ജീവിതത്തിൽ യേശുവിനെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമായിരിക്കും. രണ്ടാമത്തെ സംഭവം ഹല്ലേലൂയ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ കല്യാണത്തിന് നമ്മൾ സാധാരണ വായിക്കാറില്ല, പെന്തക്കോസ്തുകാരുടെ കല്യാണത്തിൽ വായിക്കുന്ന ഒരു സങ്കീർത്തനമുണ്ട്. ഏതാണെന്ന് അറിയാമോ? 45-ാമത്തെ സങ്കീർത്തനം. അവിടെ ഹല്ലേലൂയ അതിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, അല്ലയോ കുമാരി കേൾക്ക, ഹല്ലേലൂയ നോക്കുക,
ചെവി ചായ്ക്കുക, നിന്റെ പ്രതിഭവനത്തെ വിടുക. ക്രിസ്തീയ കുടുംബജീവിതം മാന്യമായി തീരണമെങ്കിൽ ഹല്ലേലൂയ ഒന്നാമതായിട്ട് അവന് ഹല്ലേലൂയ എന്ത് ചെയ്യണം? കേൾക്കണം. എന്ത് വേണം? ദൈവവചനം നാം കേൾക്കണം. കുടുംബജീവിതത്തിൽ ദൈവവചനത്തിന് പ്രാതിനിധ്യം കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹമായിരിക്കും. രണ്ടാമതായിട്ട് നോക്കണം, വിശ്വാസത്തിന് നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ നോക്കിയാൽ അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി ഇവനെത്ര മഹാനെന്ന് നോക്കുവീൻ, യോനയേക്കാൾ വലിയവൻ, മോശയേക്കാൾ വലിയവൻ, ദേവാലയത്തെ വലിയവൻ, അവനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹല്ലേലൂയ അങ്ങുമിങ്ങും നോക്കിയാൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ ഒക്കാതിരിക്കുമ്പോൾ ദൈവത്തിൽ നാം നോക്കിയാൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനായിരിക്കും. നമ്മുടെ പ്രതിഭവനത്തെയും ചാർച്ചക്കാരെയും നാം വിടുക. അപ്പനോടും അമ്മ ഒട്ടിച്ചേരുന്നത് പോലെ ഹല്ലേലൂയ നമ്മൾ വിടേണ്ടതിന് വിടുക. ഹല്ലേലൂയ ലോകത്തിന് അനുരൂപമാകാതെ റോമാലേഖനം പറയുന്ന നന്മയും പ്രസാദമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുകൊണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അല്ലയോ കുമാരി, കേൾക്കാൻ നോക്കുക, ചിന്തിയാൽ അപ്പോൾ അന്തപുരത്തിലെ രാജ്ഞി ശോഭ പരിപൂർണമായതുകൊണ്ട് അവളെ അനേക തോഴിമാരോട് കൂടെ ചേർന്ന് അവളെ കൊണ്ടുവരുമ്പോൾ ഹല്ലേലൂയ നിന്റെ പ്രിയൻ നിന്നെ കാണും. നിന്നിൽ ആഗ്രഹിക്കുമ്പോൾ പൊൻകസവുള്ള ചിത്ര തയ്യലുള്ള അത് വിട്ട് നിന്നെ നിർത്തുമ്പോൾ ഹല്ലേലൂയ മറ്റുള്ള മുന്നിൽ നീ ഒരു മാന്യമുള്ളതാക്കി തീരും. ഇന്നലെ നീ ഒരു നിന്നാപാത്രമായിരിക്കാം. അനേക സൂചികൾ കൊണ്ട് നിന്റെ ഹല്ലേലൂയ ജീവിതം കുത്തി 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 വേദനയുള്ള അനുഭവമായി തീരാം. എന്നാൽ നിന്നെ നിർത്തുന്നവൻ, നീ ദൈവവചനം കേട്ടിയാൽ അത് ദൈവം ഹല്ലേലൂയ നമ്മെ നടത്തും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഴിഞ്ഞ 3 ആഴ്ചയ്ക്ക് മുന്നേ എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ മരണവാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു. ഞാൻ കഷ്ടവും സങ്കടവുമായിരുന്നു. എന്തായി തീരുമെന്ന് നോക്കുകയും വിചാരിച്ചു. എന്നാ ഹല്ലേലൂയ ഈ ചിത്രത്തയുള്ള കുത്തിൻ്റെ നടുവിൽ എന്നെ മനോഹരമാക്കുവാൻ 119 സങ്കീർത്തനം 71 വാക്യം പറയുന്നത് പോലെ ഞാൻ കഷ്ടതയിലായതെനിക്ക് ഗുണമായി, നിന്റെ ചട്ടങ്ങളെ പഠിപ്പാൻ 1000 പൊൻവെള്ളി നാണയത്തേക്കാൾ എനിക്ക് ഏറ്റവും ഉന്നതമാണ്. അങ്ങനെയെങ്കിൽ ആ കുടുംബജീവിതം മാന്യമായി തീരും. മാന്യമായി തീരുന്നത് കൊണ്ടാണ് ഹല്ലേലൂയ നമ്മൾ പാടും ഹല്ലേലൂയ 128 സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഒരു ഭർത്താവ് എങ്ങനെയാണ്, ഒരു ഭാര്യ എങ്ങനെയാണ്, മക്കൾ എങ്ങനെയാണ് എന്നൊക്കെയും പറയുന്നുണ്ട്. ഭർത്താവിനോട് പറയുകയാണ്, എടാ നീ യഹോവയെ ഹല്ലേലൂയ ഭയപ്പെട്ടാൽ, നീ പേടിക്കുക എന്നല്ല, നീ ഹോണർ ചെയ്താൽ, നീ അവനെ ഹല്ലേലൂയ ആരാധിച്ചാൽ നീ ആരാണെന്നറിയാമോ? നീ ഭാഗ്യവാനാണ്. ലോട്ടറി അടിക്കുന്നതിനേക്കാൾ ഹല്ലേലൂയ നീ ഒരു ഭാഗ്യവാനാണ്. ലക്ഷങ്ങൾ അടിച്ചവർ ലക്ഷം വീട്ടിൽ താമസിക്കുമ്പോൾ നീ ഒരു ഭാഗ്യവാനാണ്. ഹല്ലേലൂയ നിനക്ക് നന്മയെ മാത്രമേ വരുത്തുള്ളൂ, മറ്റുള്ളവർ എന്നൊക്കെയും പറയും. ആസാഫ് പറഞ്ഞതുപോലെ ഞാൻ സേവിച്ചത് ഹല്ലേലൂയ ആരാധിച്ച് വെറുതെയാണെന്ന് പറഞ്ഞാൽ നിന്നെ അവൻ ഹല്ലേലൂയ അവന് നന്മ തന്നെ വരും. ഹല്ലേലൂയ നിന്റെ അധ്വാനത്തിലെ ഫലം, നീ അധ്വാനിക്കുന്നത് വേറെ എങ്ങും പോകത്തില്ല. നിനക്ക് ചിലപ്പോൾ 5 രൂപ കിട്ടത്തുള്ളായിരിക്കും. പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ഹല്ലേലൂയ നിങ്ങളെങ്ങനെ ഈ ഒരാളുടെ ശമ്പളം കൊണ്ടൊക്കെ ഇത്രയൊക്കെയും ആടി? ഹല്ലേലൂയ നിന്റെ നന്മ നിന്റെ വീട്ടിനകത്ത് തന്നെ ഹല്ലേലൂയ. ഭാര്യയോട് പറയുകയാണ്, നീ വീട്ടിനകത്ത് ഫലപ്രദമായൊരു മുന്തിരി വള്ളിയാണ്. ഹല്ലേലൂയ പല വീടുകളിലെയും ഹല്ലേലൂയ ഭാര്യമാർ വീട്ടിലെ ഹല്ലേലൂയ മത്തങ്ങ കിടക്കുന്നത് പോലെ വീട്ടിലെ മൂട് വീട്ടിലാണ്. എന്നാൽ ഹല്ലേലൂയ ഫലങ്ങൾ പല വീടുകളിലോട്ടും അങ്ങ് കയറി പടന്നു പോവുകയാണ്. നമ്മൾ വീട്ടിനകത്ത് ഫലപ്രദമായ ഒരു മുന്തിരി വള്ളി പോലെ ആയിത്തീരണമെന്ന് ദൈവം മക്കളോട് പറയാണ്. മക്കളെ, നിങ്ങൾ ഹല്ലേലൂയ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയാണ്. ഹല്ലേലൂയ നിങ്ങൾ ചുറ്റും ഹല്ലേലൂയ കുടുംബമായി കൂടുമ്പോൾ ഇമ്പമായി തീരുന്ന ഒരു കുടുംബം കൂടുമ്പോൾ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ കമ്പമാണെങ്കിൽ അതൊരു ഭൂകമ്പമായി തീരും. എന്നാൽ കൂടുമ്പോൾ ഇമ്പമായി തീർന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവനോട് പറയാണ്, നീ ഭാഗ്യവാനാണ്, നിനക്ക് നന്മ വരും. ഹല്ലേലൂയ നിന്റെ ആയുഷ്കാലമൊക്കെ നീ നന്മ അനുഭവിക്കും. നീ തലമുറകളെ കാണും. ഹല്ലേലൂയ മക്കളെയും മക്കളുടെ മകളെയും കാണിഞ്ഞിട്ട് നീ സമാധാനത്തോടെ
സന്തോഷത്തോടെ നാം ജീവിക്കും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണോ? ഹല്ലേലൂയ. ഞാൻ 3 കാര്യങ്ങൾ ഹല്ലേലൂയ ആ കുടുംബ ജീവിതവുമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഹല്ലേലൂയ ഈ വിവാഹം മാന്യമായി തീർന്ന് ഹല്ലേലൂയ മുന്നോട്ട് പോകണമെങ്കിൽ ഹല്ലേലൂയ നമുക്കെല്ലാം ഓരോ ചുമതലകൾ നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഭർത്താവിൻ്റെ ചുമതല എന്താണ്? നമുക്കെല്ലാം അറിയാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ ഹല്ലേലൂയ അതിന് 25-26 ഭർത്താവേ, കർത്താവ് നിന്നെ സ്നേഹിച്ചതുപോലെ നീ ഭാര്യയെ സ്നേഹിക്കണം. ഭർത്താവിൻ്റെ ചുമതലയാണ് ഭാര്യയെ സ്നേഹിക്കണം. എങ്ങനെ? കർത്താവ് എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത്? ഒന്നും കണ്ടിട്ടല്ല. നാശകരമായ കുഴിയിലും കുഴിഞ്ഞ ചേറ്റിലും കിടന്ന നമ്മെ അവൻ കോരിയെടുത്ത് സ്ഥിരമായ പാറയിൽ നിർത്തി. ഒരു കണ്ണിനും ദേതോതാൽ നിരാശയുടെ നിർച്ചുഴിയിലായിരുന്നു. എന്നാൽ ഹല്ലേലൂയ അവൻ നമ്മെ സ്നേഹിച്ചതുപോലെ നാം ഭാര്യയെ നാം സ്നേഹിക്കണം. 2-ാമത് 5-ാമത് 29-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നീ അവളെ എന്ത് ചെയ്യണം? പോറ്റി പുലർത്തണം. ഭർത്താവിൻ്റെ കടമയാണ് ഭാര്യയെ പോറ്റി പുലർത്തണം. ഹല്ലേലൂയ. പോറ്റി പുലർത്തിയില്ല എങ്കിൽ ഹല്ലേലൂയ പല രീതിയിലുള്ള പ്രശ്നവും പ്രയാസവും ജീവിതത്തിൽ കടന്നു വരും. അത് തന്നെയുമല്ല 1 പത്രോസ് 5:7 ഇപ്രകാരം പറയുന്നുണ്ട്, നീ ഹല്ലേലൂയ ഭർത്താവേ നീ എന്ത് ചെയ്യണം? പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതെ എന്ത് ചെയ്യണം? ഹല്ലേലൂയ അവൾ വിവേകമില്ല എങ്കിലും അവളെ ഭാര്യയെ ഹല്ലേലൂയ സ്നേഹിച്ചുകൊണ്ട് സ്ത്രീജനം ദിവ്യനെ ഹല്ലേലൂയ ബലഹീന പാത്രമാണെന്ന് കണ്ടുകൊണ്ട് അവളെ കൂടെ ഹല്ലേലൂയ ബഹുമാനം കൊടുക്കണം. സ്ത്രീക്ക് ബഹുമാനം കൊടുക്കുകയും പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ കൂട്ടിക്കൊണ്ടുവരികയും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഹല്ലേലൂയ അത് അനുഗ്രഹമാണ്, മാന്യമായി തീരും. പ്രേസ് ടു ഹർ ഹല്ലേലൂയ ചെയ്തു കഴിഞ്ഞാൽ ആ കുടുംബം ഏറും. യോശുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. പൗലോസ് പറഞ്ഞതുപോലെ സ്വർഗത്തിലെന്തേക്കും പേർപ്പെട്ട ഒരു കുടുംബമായി തീരും. യാക്കോബിനോട് പറഞ്ഞു, യാക്കോബേ നിന്റെ കൂടാരം എത്ര മനോഹരം, നിന്നെ തിന്മ കാണുവാനില്ല, ഒരു ബാധ നിന്റെ കൂടാരത്തെ അടിക്കില്ല. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നീ എൻ്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടും. നീ വീട്ടിനകത്ത് വെളിയിലെ എവിടെയൊക്കെയും നീ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെടും എന്ന് നാം കാണുന്നുണ്ട്. അതുപോലെ ഹല്ലേലൂയ ഭാര്യമാർക്കും ഭാര്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാര്യ സദർശവാക്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. 19-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ തന്ന ദാനമാണ്, ഒരു ഗിഫ്റ്റാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു, ഈ പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് നാം സ്തോത്രം ചെയ്യണം. നമുക്ക് തന്ന ഭാര്യ, അവരെന്നാലോചിച്ചേ, നമ്മുടെ കഷ്ടതയിൽ മക്കൾ ഇട്ടിട്ട് പോവും, സഹോദരന്മാരിട്ടിട്ട് പോവും, പലരും ഇട്ടിട്ട് പോവും. എന്നാൽ ഇട്ടിട്ട് പോകാതെ നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മുടെ ഭാര്യകൾ. കാരണം നാം രണ്ടല്ല, നാം ഒന്നായതുകൊണ്ട് അത് ദൈവം തന്ന ദാനമാണ്. അവരവർക്ക് വേണ്ടത് ഹല്ലേലൂയ മാത്രം ദൈവം നമുക്ക് തരും. സദൃശവാക്യം 12:4 പറയുന്നു, ഈ ഭാര്യ ഭർത്താവിനൊരു കിരീടമാണ്. ഹല്ലേലൂയ ഒരു കിരീടമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഭാര്യയെ കൊണ്ട് തലയെ വെച്ചിട്ട് കൊണ്ട് ഉരുട്ടിയിടരുത്. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഭാര്യ കൊണ്ട് ഹല്ലേലൂയ ഭർത്താവിൻ്റെ തോളത്ത് കയറിയിരിക്കരുത്. അതുകൊണ്ടാണ് ഹല്ലേലൂയ നമുക്കറിയാം, ദൈവം മനുഷ്യനെ ഹല്ലേലൂയ ഭാര്യയെ എടുത്തപ്പോൾ തലയിലെ മുടിയൊന്നും എടുത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ കിരീടം അതും പറഞ്ഞ് കയറിയിരുന്നേനും താഴേന്ന് എടുത്തില്ല, ഭർത്താവ് ചവിട്ടിത്തിനും ആ ഒത്ത നടുക്കു എന്നുള്ള റിബ് എടുത്തിട്ട് ഹല്ലേലൂയ നിങ്ങളുടെ സമത്വം എന്നുള്ള രീതിയിൽ ഹല്ലേലൂയ എടുത്തതായിട്ട് ഹല്ലേലൂയ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സദൃശവാക്യം 31-ാം അധ്യായത്തിൽ ഒരുപാട് കാര്യമുണ്ട്. ഒരു കാര്യം, സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലുമേറെ. ഹല്ലേലൂയ എന്താ പറയാഞ്ഞത്? സ്വർണം 1,00,000-ന് മുകളിലായി ഒരു പവന്. എന്താ ഹല്ലേലൂയ ലക്ഷമെന്നും പറഞ്ഞ ആൾക്കാരല്ലേ വിളിച്ചുകൊണ്ട് നടന്നേനെ. ഹല്ലേലൂയ വെള്ളി ഹല്ലേലൂയ ആളുടെ വില കൂടിയെന്ന് പറഞ്ഞ്. എന്നാൽ മുത്തെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ എന്താണ് ഹല്ലേലൂയ? കാരണം മുത്തിനൊരു മോഹവിലയാണ്. നിന്റെ ഭാര്യയുടെ വില ഹല്ലേലൂയ ആർക്കും പറയുവാനൊക്കത്തില്ല. സ്വർണത്തേക്കാൾ തങ്കത്തേക്കാൾ വിലയുള്ളതാണ് ഹല്ലേലൂയ. സാമർത്ഥ്യമുള്ള ഭാര്യ അവളുടെ വില മുത്തുകളിൽ
വിലയിലുമേറെ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഭാര്യമാരുടെ വില വലുതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ വില ഹല്ലേലൂയ വലയ്ക്കകത്താക്കി ഹല്ലേലൂയ കെട്ടിയിടല്ലേ എന്ന് മാത്രമേ ഭാര്യമാരോട് പറയുന്നുള്ളൂ. ഞങ്ങളുടെ വില വലുതാണെന്നും പറഞ്ഞു ഹല്ലേലൂയ അങ്ങനെ ഒരിക്കലും ഹല്ലേലൂയ അവരാ മാപ്പിള എന്നൊരിക്കലും ഹല്ലേലൂയ പറയാതെ ഹല്ലേലൂയ ക്രിസ്തു കാണിച്ച മാതൃകയിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ ദൈവം ഹല്ലേലൂയ നമ്മെ വിളിച്ചു പറയുന്നു. ഭാര്യമാരോട് പറയുകയാണ് എഫെസ്യർ ലേഖനം 5:22 നിങ്ങൾ ഹല്ലേലൂയ ഭർത്താവിന് കീഴടങ്ങണം. ഹല്ലേലൂയ 5:32 പറഞ്ഞ് നിങ്ങൾ ഭയപ്പെടണം. ഹല്ലേലൂയ അതൊക്കെയും ചെയ്താൽ ഏറ്റവും നമ്മുടെ അനുഗ്രഹമായി തീരും. അല്ല ഭാര്യമാർ ഹല്ലേലൂയ കീഴടങ്ങാതെ ഭയപ്പെടാതെ പോയാൽ സദൃശവാക്യം 1:9 പറയുന്നു, ശണ്ട കൂടുന്ന ഭാര്യയുടെ കൂടെ താമസിക്കുകയാണെങ്കിൽ മേൽപ്പുരയില്ലാത്ത ഹല്ലേലൂയ വീട്ടിൽ താമസിക്കുന്നതിന് കാര്യം മൊത്തം നനഞ്ഞു പോത്തേ ഉള്ളൂ. ഇതുവരെ ചെയ്തതെല്ലാം തന്നെ ശണ്ട കൂടുന്ന ഭാര്യയുടെ കൂടെ ഹല്ലേലൂയ. അതിൻ്റെ 21:9 പറയാണ് ശണ്ട കൂടുന്ന ഭാര്യയുടെ പാർക്കുന്നതിനേക്കാൾ പോയി പല മരുഭൂമി പോലും പോയി പാർക്കട എന്ന് ഭർത്താവിനോട് പറയുകയാണ്. അപ്പോൾ ഭാര്യമാർക്കും ഹല്ലേലൂയ ചില കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ പക്വതയോടെ പരിജ്ഞാനത്തോട് വിവേകത്തോടുകൂടെ നാം പ്രവർത്തിച്ചാൽ ഹല്ലേലൂയ ഏറ്റവും അനുഗ്രഹമായി തീരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഹല്ലേലൂയ 31 പറയുന്നു, അവളുടെ വിളക്കൊരിക്കലും കെട്ടുപോകത്തില്ല. ഹല്ലേലൂയ ഒരു ദരിദ്രന്മാരെ അവൾ സഹായിക്കുന്നു. അവിടെ വീട്ടിൽ ഹല്ലേലൂയ ചുവപ്പ് ചരടുണ്ട്. ദരിദ്രന്മാർക്ക് അവർ വാരിക്കോരി കൊടുക്കുന്നു. അവിടെ ഹിമത്തെ പേടിക്കുന്നില്ല, ന്യായവിധിയെ പേടിക്കുന്നില്ല. ആ ചുവപ്പ് ചരട് യേശു ക്രിസ്തുവിന്റെ രക്തത്തെ കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ അവസാനമായ ഒരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ കൊരിന്ത്യ ലേഖനത്തിൽ ഹല്ലേലൂയ എഫെസ്യ ലേഖനത്തിൽ അതിൻ്റെ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇതൊരു മർമ്മമാണ്. എന്താണ് മർമ്മം? ക്രിസ്തുവും സഭയുമായിട്ടുള്ളൊരു മർമ്മമാണ്. ക്രിസ്തുവാകുന്ന മണവാട്ടിയാകുന്ന നമ്മെ ചേർക്കുവാൻ ഹല്ലേലൂയ ഒരു മർമ്മമാണ്. അതിന് നാം എന്തൊരു ചെയ്യണം? ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലെ വിശുദ്ധിയോടെ വേർപാടോടെ നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ വെളിപ്പാട് പുസ്തകം ഹല്ലേലൂയ 19-ാം അധ്യായത്തിൽ ഹല്ലേലൂയ അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നല്ലോ, തൻ്റെ കാന്ത തന്നെ ഒരുങ്ങിയല്ലോ. ഹല്ലേലൂയ ആ മണവാളൻ ഹല്ലേലൂയ അവൻ ആരാണ്? ഹല്ലേലൂയ അഗ്നിജാലിക്ക് കണ്ണുള്ളവൻ, വെള്ളോട് സദൃശനായവൻ, മാറത്ത് പൻകച്ച കെട്ടി ദൈവം. അവൻ കടന്നു വരുന്നു എന്തിനു വേണ്ടി? തൻ്റെ സഭയെ, തൻ്റെ മണവാട്ടിയെ ചേർക്കുവാൻ. തോഴിമാരൊക്കെ മാറി നിൽക്കും. ഇതാ അവൻ്റെ വചനം കേട്ട് ഹല്ലേലൂയ അവനോട്ട് നോക്കി ഹല്ലേലൂയ ഈ ലോകത്തിൻ്റെ ഹല്ലേലൂയ ജഡീക മോഹങ്ങൾ, ദുർനട, പശുദ്ധി, ദുഷ്കാമം, ആഭിചാരം, പക, പിണക്കം, ജോർശങ്കം, ദ്വന്ദ്വപക്ഷ ഭിന്നത, അസൂയ തുടങ്ങിയ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ കാണുന്ന സ്വഭാവങ്ങൾ വിട്ട് ജീവിതത്തിൽ വിശുദ്ധിയോടും വേർപോടും നിന്ന് കഴിഞ്ഞാൽ ഈ കാന്തി അവൻ വേളിയടിക്കുവാൻ വേണം. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഹല്ലേലൂയ ലേഖന കർത്താവ് പറഞ്ഞതുപോലെ വിവാഹം എല്ലാവർക്കും മാന്യമായി തീരട്ടെ. ഹല്ലേലൂയ മാന്യമായി തീരുന്ന ഹല്ലേലൂയ വിവാഹം ഈ ലോകത്തിൽ നാം ഹല്ലേലൂയ ജീവിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു മർമ്മം വെളിപ്പെടുവാൻ കടന്നു വരുന്നു. ആ വരുമ്പോൾ നമ്മൾ ആരും വിടപ്പെട്ടരുത്. ഈ കേട്ട വചനത്തിന് മുന്നിൽ ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. കർത്താവേ, ഇത് ദൈവം നിശ്ചയിച്ച ഒരു കൂദാശയാണ്. ആ പ്രോസസ്സിൽ മുന്നോട്ട് പോകുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ ഹല്ലേലൂയ കാനാവിലെ കല്യാണത്തിൽ നിന്നെ ഇൻവൈറ്റ് ചെയ്ത് നിന്നോട് ഞങ്ങൾ ഇൻഫോർമേഷൻ ചെയ്ത് ഹല്ലേലൂയ ഇൻസ്ട്രക്ഷൻ അംഗീകരിച്ചു പോയാൽ ഞങ്ങളുടെ കുടുംബജീവിതവും ഞങ്ങളുടെ വിവാഹവും മാന്യമായിരിക്കും. ഹല്ലേലൂയ 45-ാം സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ താവേ നിന്റെ വചനം ഹല്ലേലൂയ കേൾക്കുകയും താവേ നിന്നോട്ട് നോക്കി യാത്ര ചെയ്താൽ ഹല്ലേലൂയ ഞങ്ങൾ ഈ ലോകത്തിന് വിടേണ്ടതിന് വിട്ടു മുന്നോട്ട് പോയി വിശുദ്ധമായ ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു കാര്യം ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ നമ്മളൊരു ദൈവത്തോടൊരു ഫെയ്ത്ത്ഫുൾ ഉണ്ടെങ്കിൽ, വിശ്വസ്തതയുണ്ടെങ്കിൽ, നമ്മൾ കുടുംബജീവിതത്തിൽ ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ ഫ്രണ്ട്നെസ്, ഒരു സ്നേഹബന്ധമുണ്ടെങ്കിൽ, ഹല്ലേലൂയ ഭാര്യ ഭർത്താവുമായ ഒരു ഫൊർഗീവ്നെസ് ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ അങ്ങനെ ഒരു ഫെലോഷിപ്പ് ഉണ്ടെങ്കിൽ ആ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമാണ്. ഹല്ലേലൂയ ഒരു ഫെയ്ത്ത്ഫുൾനെസ് ഉണ്ടോ ഭാര്യയുമായിട്ട്?
ഒരു ഫ്രണ്ട്ലിനെസ്, ഒരു സ്നേഹബന്ധമുണ്ടോ? ഒരു ഹല്ലേലൂയ ക്ഷമിക്കുവാനുള്ളൊരു കൃപയുണ്ടോ? ഹല്ലേലൂയ അവളുമായിട്ടൊരു കൂട്ടായ്മയുണ്ടോ? ഉണ്ടെങ്കിൽ ആ കുടുംബജീവിതം ഏറ്റവും നന്നായിരിക്കും. ക്രിസ്തീയ കുടുംബജീവിതത്തിൽ ഹല്ലേലൂയ നമ്മുടെ കൈകളെ നമുക്ക് മലർത്താം. ക്രിസ്തീയ കുടുംബജീവിതത്തിൽ ഒരുമിച്ച് നമ്മുടെ കണ്ണുകളെ നമുക്ക് ഉയർത്താം. ക്രിസ്തീയ കുടുംബജീവിതത്തിൽ നമ്മുടെ മുട്ടുകളെ നമുക്ക് മടത്താം. ഹല്ലേലൂയ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തെ താഴ്ത്താം. നമ്മുടെ ശരീരത്തിലെ കൈകളെ അവനോട് മലർത്തിക്കൊണ്ട്, കണ്ണുകളെ ഉയർത്തിക്കൊണ്ട്, മുട്ടുകളെ മടക്കിക്കൊണ്ട്, ഹൃദയത്തെ താഴ്ത്തിക്കൊണ്ട് ഹല്ലേലൂയ ഭാഗ്യകരമായ ഒരവസ്ഥ ജീവിപ്പാൻ, മറ്റുള്ള മുന്നിൽ വിനയത്തോട് വീപ്പാൻ ഈ വചനങ്ങളാൽ ഒരിക്കൽ കൂടി നമുക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കാം. അതുകൊണ്ട് ഒരു നിമിഷം കേൾപ്പിച്ച വചനത്തിന് മുന്നിൽ ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്ന ഹല്ലേലൂയ ആരെങ്കിലും ഇല്ല പ്രകാരമായൊരു ജീവിതം മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ ആയിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സമർപ്പിക്കാം. മുറ്റും ഞാൻ തരും നീതാ പൂനീക്ഷേ പങ്കുഴുവൻ ദേഹം ദേ ഈ സമസ്തം എന്നേക്കും നിന്റെ ഞാൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാം സഹായിക്കുമാറാകട്ടെ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുദിന വേദ ചിന്തകൾ അനുഗ്രഹമാരി ചൊരിയുമ്പോൾ